എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ. പ്രകാരത്തിനായിട്ട് ആരുമില്ല. കടമ്പനാട് മാഞ്ഞാലി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്ഥലം 20 സെൻറ്റ് സ്ഥലം കാണിച്ച് ഞാൻ കടമ്പനാട് 59-ാം നമ്പർ സർവീസ് സഹകരണ സംഘത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തതും അതിൻ്റെ അടവ് മുടങ്ങിയിട്ടുള്ളതുമാണ്. അത് ജപ്തി ചെയ്ത് അവർ ലേലത്തിൽ വെച്ചതും ആ വസ്തു ലേലമായിട്ടില്ല ഇതുവരെയും. 1 വർഷം കൊണ്ട് ബാങ്കുകാരോ ഞങ്ങളുമായിട്ടോ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ കഴിഞ്ഞ ഈ ആഴ്ചയിൽ സെയിൽ ഓഫീസറും ബാങ്കിലെ ഒരു ക്ലർക്കും വീട്ടിൽ വരികയും വീട്ടിലെ സാധനങ്ങൾ ജപ്തി ചെയ്യുമെന്നും എൻ്റെ മോളോട് അപമര്യാദയായ രീതിയിൽ സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 പേരും ബാങ്ക് ഓഫീസറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കുറേ ലോക്കൽസുകളും കൂടെ വന്ന് എൻ്റെ വീട്ടിലെ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുകയും ഞങ്ങൾ തങ്ങളിൽ സാധനങ്ങൾ പിടിവലി ഉണ്ടാവുകയും ചെയ്തു. ഈ ലോൺ അടയ്ക്കുവാൻ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അസുഖം കാരണം ഈ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടിലായത് കാരണമാണ് ഇത് പെൻഡിങ് ആയത്. ഈ വസ്തു കൊടുമണ്ണുള്ളതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലവും വീടോ അല്ല. അതുമായിട്ട് യാതൊരു ബന്ധവും ഈ ബാങ്കുകാർക്കില്ല. നിലവിൽ ഞങ്ങൾ താമസിക്കുന്ന വസ്തുവും സ്ഥലവും വീടും കേരള ബാങ്ക് ജപ്തി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളത് ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ മേടിച്ച് നിലവിൽ ജപ്തി ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ആ വീട്ടിലാണ് ഈ അതിക്രമം കാണിച്ചിട്ട് പോയിരിക്കുന്നത്. ഞാനും എൻ്റെ മകളും മാത്രമാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. ഞാനൊരു വിധവയാണ്. ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. ഇനിയിപ്പോൾ കേരള ബാങ്കുകാർ വന്ന് ഞങ്ങളെ ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല. കോടതി ഇനി എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയത്തുമില്ല. ഉടനെ ഈ തുക അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയുമില്ല. ഈ ബാങ്കിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ എൻ്റെ മകളോട് കണ്ടവരുടെ കാശ് മേടിച്ച് ആഹാരം കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കയറ്റി വെച്ച് നീ വീട്ടിൽ കുത്തിയിരിക്കുക, വല്ലവൻ്റെയും പൈസ കൊടുക്കണം, ഇതേ രീതിയിലുള്ള സംസാരിച്ചിട്ടാണ് പോയത്. നിലവിൽ ഞങ്ങളാരുടെയും കണ്ടവരുടെ മേടിച്ചല്ല കഴിയുന്ന. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അസുഖത്തെ കാരണം ഞാൻ നാട്ടിൽ വന്നതാണ്. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. ഇപ്പം വീണ്ടും ഞാൻ ജോലിക്ക് പോയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ 1 വർഷമായി ജോലിയിൽ നിൽക്കുന്ന സമയത്താണ് കേരള ബാങ്കുകാരാണ് എന്നെ ജപ്തിയാണ്, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് മാർച്ചിൽ വിളിച്ചു വരുത്തിയത്. ബാങ്കിൻ്റെ കാര്യമായിട്ട് ഞാൻ നാട്ടിൽ വന്ന് 4 മാസമായി ഞാനിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ജോലിയില്ല, ഒന്നുമില്ലാതെ ഞാൻ പരിതാപകരമായ അവസ്ഥയിൽ വിധവാ പെൻഷൻ മാത്രമുണ്ടായ രീതിയിലാണ് ഞാനും എൻ്റെ മോളും ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആകെ 12 സെൻറ്റ് സ്ഥലവും കൂടാണ് കേരള ബാങ്കുകാരും ഇപ്പം ജപ്തിയിലായിരിക്കുന്നത്. കോടതി ഉത്തരവിൽ നിൽക്കുകയാണ്. ഞാൻ 22ാമത്തെ വയസ്സിൽ വിധവയായതാണ്. എൻ്റെ മകളുടെ 3ാമത്തെ വയസ്സിൽ അവിടെ അച്ഛൻ മരിച്ചു പോയതാണ്. എൻ്റെ മോളെ ഞാൻ കഷ്ടപ്പെട്ട് MTech വരെ പഠിപ്പിച്ചിതുവരെ നാളിതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. എൻ്റെ വിധവാ പെൻഷനിലാണ് ഇപ്പം 4 മാസം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ വീടും സ്ഥലവും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കിടക്കാനൊരിടമില്ലാതെ ഞങ്ങൾ പെരുവഴിയിലാവുകയാണ് ചെയ്യുന്നത്.